ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ഫാർമക്കോളജിയിലേക്ക് സ്വാഗതം. നമ്മളിത് പഠിക്കാൻ പോകുന്നത് ഫാർമക്കോളജിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് ഡ്രഗ് യൂസ് ഇൻ ദ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഡ്രഗ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് കഫ് ഈസ് എ പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് വിച്ച് ഹെൽപ്പ് ടു റിമൂവ് ഇറിറ്റൻറ്റ് മാറ്റർ ഫ്രം ദ റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പോൾ കഫ് നമുക്കെപ്പോഴും കഫൊക്കെ വരുമല്ലോ, പനി വരുമ്പോൾ നമുക്ക് കഫ് വരും. അതേപോലെ തന്നെ നമുക്ക് ഡ്രൈ കഫായിട്ടും വരാറുണ്ട്. അപ്പോൾ ഈ കഫ് വരുമ്പോൾ കഫ് എന്ന് വെച്ചാൽ എന്തെന്നാണെന്ന് പറയുന്നത്, അതൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള റിഫ്ലക്സ് ആണ്. നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ബോഡീനല്ല നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, അതേപോലെ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് എന്തെങ്കിലും ഫോറിൻ ബോഡി കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള റിഫ്ലക്സ് ആണ് എന്തെന്ന് ഈ കഫ് എന്ന് പറയുന്നത്. കഫ് ഈസ് എ പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് വിച്ച് ഹെൽപ്പ് ടു റിമൂവ് റിട്ടൺ മാറ്റർ ഫ്രം ദ റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പോൾ ഈ കഫ് മെയിൻലി ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണ്? ഇമ്പോർട്ടൻറ്റ് കോസസ് ഓഫ് കഫ് ആർ ഏതൊക്കെയാണ്? ഇൻഫെക്ഷൻ ഓഫ് എനി റെസ്പിറേറ്ററി ട്രാക്ട്. ഫസ്റ്റ് വൺ ആണ് എന്തെന്ന്, ഇൻഫെക്ഷൻ ഓഫ് എനി പാർട്ട് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്. സെക്കൻഡ് വൺ ആണ് എന്തെന്ന്, ഇൻഫ്ലമേഷൻ. തേർഡ് വൺ ആണ് ഫോറിൻ ബോഡി. ഫോർത്ത് വൺ ആണ് കെമിക്കൽസ്. ഫിഫ്ത്ത് വൺ ആണ് അതർ ഡിസീസ് ലൈക്ക് ആസ്മ, ട്യൂബർക്കുലോസിസ് ആൻഡ് ലങ് ക്യാൻസർ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോസസ് ഓഫ് കഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആൻറ്റി ടസീവ്സ് എന്ന് നോക്കാം. ഡ്രഗ് യൂസ്ഡ് ഇൻ ദ സിംറ്റോമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് കഫ് ആർ കോൾഡ് ആൻറ്റി ടസീവ്സ്. അപ്പോൾ നമുക്ക് ചുമ വന്നു കഴിയുമ്പോൾ നമ്മൾ സിറപ്സ് കുടിക്കും. സിറപ്പിൽ തന്നെ പല ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെ? എക്സ്പെക്ടോറൻ്റ് ഉണ്ട്, അതേപോലെ ഡ്രൈ കഫിന് ഉപയോഗിക്കുന്ന സിറപ്പുണ്ട്, വെറ്റ് കഫിന് ഉപയോഗിക്കുന്ന സിറപ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഓരോന്നിനും ഓരോരോ സിറപ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്? ഡ്രഗ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആൻറ്റി ടസീവ്സ് ആണ്. അപ്പോൾ ആൻറ്റി ടസീവ്സ് എന്താണ്? ഡ്രഗ് യൂസ്ഡ് ഇൻ ദ സിംറ്റോമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് കഫ്. സിംറ്റോമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് കഫിന് ഉപയോഗിക്കുന്ന ഡ്രഗാണ് ഇതെന്ന് ആൻറ്റി ടസീവ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻറ്റി ടസീവ്സിൻ്റെ ഫസ്റ്റ് വൺ ആണ്, ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ ആണ് സെൻട്രൽ കഫ് സപ്രസൻസ്. അതിന് എക്സാമ്പിൾ ആണ് ഓപ്പിയോയിഡ്സ് നമുക്കറിയാം അല്ലേ, മോർഫിൻ, കൊഡീൻ, തിബേനൊക്കെ ഓപ്പിയോയിഡ്സ്. നെക്സ്റ്റ് വൺ ആണ് ആൻറ്റി ഹിസ്റ്റമിൻസ്. ഓപ്പിയോയിഡ്സും ആൻറ്റി ഹിസ്റ്റമിൻസ് ആണ് സെൻട്രൽ കഫ് സപ്രസൻസിൻ്റെ എക്സാമ്പിൾസ്. സെക്കൻഡ് ആൻറ്റി ടസീവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ സെക്കൻഡ് വൺ ആണ് ഫാരഞ്ചിയൽ ഡെമൽസൻസ്. അതിന് എക്സാമ്പിൾസ് ആണ് ലോസഞ്ചസ്. നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ലോസഞ്ചസ്, അലക്സ് ലോസഞ്ചസ് ഒക്കെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ലോസഞ്ചസ് ആണ് അല്ലേ. നമുക്കിങ്ങനെ ചുമ വരുമ്പോൾ, നമ്മുടെ തൊണ്ടയിലൊക്കെ ഭയങ്കര വരുമ്പോൾ നമ്മൾ കഫൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഈ ലോസഞ്ചസ് ഒക്കെ ഉപയോഗിക്കും അല്ലേ. അപ്പം ഫാരഞ്ചിയൽ ഡെമൽസൻസിൻ്റെ എക്സാമ്പിളാണ് ലോസഞ്ചസ്. അതുപോലെ കഫ് ഡ്രോപ്സ്, നമ്മൾ കഫ് ഡ്രോപ്സ് ഉപയോഗിക്കും, ഗ്ലിസറൈസ് ഉപയോഗിക്കും, സിറപ്സ് ഉപയോഗിക്കും അല്ലേ. അതുപോലെ ലിങ്ടെക്സ് ഉപയോഗിക്കും, അതുപോലെ ഗ്ലിസറിൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആൻറ്റി ടസീവ്സിൻ്റെ തേർഡ് ക്ലാസിഫിക്കേഷനാണ് എക്സ്പെക്ടോറൻസ്. അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? ഡയറക്റ്റ്ലി ആക്ടിംഗ് ഉണ്ട്, അതുപോലെ ആക്ടിംഗ് റിഫ്ലക്സിലി ഉണ്ട്, അതുപോലെ മ്യൂക്കോലാക്റ്റിക്സ് ഉണ്ട്. അതിൽ എക്സ്പെക്ടോറൻസിലെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഡയറക്റ്റ്ലി ആക്ടിംഗ് ആണ് എക്സാമ്പിളാണ് സോഡിയം ആൻഡ് പൊട്ടാസ്യം സിട്രേറ്റ് ഓർ അസറ്റേറ്റ്, പൊട്ടാസ്യം അയഡൈഡ്, ബസാക്ക ആൽക്കലോയിഡ്സ്, ബാൽസം ഓഫ് ടൊളു, ടെർപ്പിൻ ഹൈഡ്രേറ്റ്, ഗ്വാനിക്കോൾ, സ്പെല്ലിങ് GUAIACOL, ഗ്വാൻഫെൻസിൻ. ഇതൊക്കെ നോർമലി നമ്മുടെ കഫ് സിറപ്സിനകത്ത് കാണുന്ന കണ്ടൻ്റാണ്. അതേപോലെ അപ്പോൾ ഡയറക്റ്റ്ലി ആക്ടിംഗ് എക്സാമ്പിൾസ് ഇത്രയാണ്. നമ്മൾ എക്സ്പെക്ടോറൻസിൽ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മൂന്നെണ്ണം. അതിൽ സെക്കൻഡ് വൺ ആണ് ആക്ടിംഗ് റിഫ്ലക്സ്. അതിന് എക്സാമ്പിൾസ് ആണ് അമോണിയം ക്ലോറൈഡ് ഓർ കാർബണേറ്റ്, പൊട്ടാസ്യം അയഡൈഡ്, ഇപ്പികാക്കുൻഹ. നമ്മൾ എക്സ്പെക്ടോറൻസിൽ തേർഡ് വൺ ആണ് മ്യൂക്കോലൈറ്റിക്സ്. എക്സാമ്പിൾസ് ആണ് ഇത് ബ്രോംഹെക്സിൻ, അസെറ്റൈൽ സിസ്റ്റിൻ ആൻഡ് കാർബോസിസ്റ്റീൻ. നെക്സ്റ്റ് നമ്മൾ ആൻറ്റി ടസീവ്സിൻ്റെ ഫോർത്ത് ക്ലാസിഫിക്കേഷനിലാണ് അതർ ഏജൻറ്റ്സ്. അതേതൊക്കെയാണ്? ബ്രോങ്കോ ഡയലറ്റസ്, ബീറ്റാ-2 അഡ്രിനർജിക് സ്റ്റിമുലൻസ് ആൻഡ് അതർ ഏജൻറ്റ്സ്. അപ്പോൾ ഇത്രയാണ് ആൻറ്റി ടസീവ്സിൻ്റെ ക്ലാസിഫിക്കേഷനും അത് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സും. ഇതെല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ബൈ, സീ യു ലേറ്റർ.